ഹായ്, എല്ലാ വർഷം മോട്ടോർ സൈക്കിൾ ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇരിക്കുന്നത് RX 135 ആണ്. ഈ വണ്ടിയുടെ ക്ലച്ച് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല എന്നതാണ് വണ്ടിയുടെ മെയിൻ കംപ്ലയിൻറ്റ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ക്ലച്ച് പിടിക്കുമ്പോഴത്തേക്ക് നേരെ ക്ലച്ച് കവറിൽ നല്ല ഷേക്കുണ്ട്. അങ്ങനെ ഞാൻ ക്ലച്ച് കവറിൻ്റെ 4 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് നോക്കി. സാധാരണ 4 സ്ക്രൂ ആണ് വരുന്നത്, ഇതിൽ 2 8-ൻ്റെ ബോൾട്ടാണ് ഇട്ടേക്കുന്നത്. ടൈറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ടൈറ്റ് ആകുന്നത്. അങ്ങനെ മനസ്സിലായി എൻജിൻ കേസിനകത്തുള്ള എല്ലാ 4 സ്ക്രൂവിലും വരുന്ന ത്രെഡ് കംപ്ലീറ്റ് പോയതുകൊണ്ടാണ് ക്ലച്ച് കവർ മുറുകാത്തതും അതിലൂടെ നമുക്ക് ക്ലച്ച് ലിവറേജ് കിട്ടാത്തതും അതുകൊണ്ടാണ്. ഇതിന് റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് എൻജിൻ ആദ്യം മൂട്ടിലിറക്കണം. അതായത് എൻജിൻ പൊളിച്ച് തറയിൽ വെച്ച് നേരെ ലെയ്ത്തിൽ കൊണ്ട് കൊടുക്കണം. ഇത് എൻജിൻ രണ്ടായിട്ട് പൊളിച്ചിട്ട് എൻജിൻ കേസ് മാത്രം എടുത്ത് ലെയ്ത്തിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കസ്റ്റമർക്ക് നല്ലൊരു എമൗണ്ട് ആവും. അതായത് ലേബറും പിന്നെ എൻജിനകത്ത് വരുന്ന ബെയറിങ്ങും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് നമുക്കിതാദ്യം എൻജിൻ മൊത്തത്തിൽ അതായത് ഫുൾ സെറ്റോടെ ഇളക്കി ലെയ്ത്തിൽ കൊണ്ട് പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വണ്ടിയിൽ അതായത് അഡാപ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അഡാപ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ എൻജിൻ കേസിൽ വരുന്ന ത്രെഡ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം. സൈലൻസറും ഫൗണ്ടേഷൻ ബോൾട്ടും കാർബേറ്ററും പിന്നെ നമ്മുടെ എൻജിൻ്റെ അടിയിൽ നമ്മൾ ഫുട് റെസ്റ്റ് വയ്ക്കുന്ന ഫുട് റെസ്റ്റ് റോഡും ഇതെല്ലാം ഇളക്കി മാറ്റിയിട്ട് എൻജിൻ ആ സെറ്റോടെ തന്നെ നമ്മൾ അതായത് ക്ലച്ച് കവറൊന്നും ഇളക്കിയില്ല, ഹെഡൊന്നും ഇളക്കിയില്ല, ജസ്റ്റ് ഫുൾ സെറ്റ് ഇത്രയും മാത്രം മതി. എൻജിൻ മൊത്തത്തിൽ ഇളക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മാത്രം ഇളക്കിയ സൈലൻസർ, കാർബേറ്റർ, കോറിൻ്റെ കണക്ഷൻ, ഫൗണ്ടേഷൻ, ഫുട് റെസ്റ്റ് റോഡ് ഇതെല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം എൻജിൻ അങ്ങനെ സെറ്റോടെ നമ്മളെടുത്ത് തറയിൽ വെച്ച് ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ലെയ്ത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചോദിക്കും ഇതിൻ്റെ അഡാപ്റ്റർ ചെയ്യാൻ വേണ്ടി എൻജിൻ പൊളിക്കണോ വേണ്ടതെന്ന്. ഇങ്ങനെ എൻജിൻ പൊളിക്കാതെ നമുക്ക് അഡാപ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്കിത് പൈസ ഇറങ്ങാത്ത രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഓയിൽ സീലും കാര്യങ്ങളെല്ലാം പോയിരിക്കണം, അതെന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയ്ത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലച്ച് കവർ എടുത്ത് ഡിക്കിക്കകത്തും വെച്ച് ആക്റ്റീവയുടെ പ്ലാറ്റ്ഫോമിനകത്ത് എൻജിനും എടുത്ത് വെച്ച് നമ്മൾ നേരെ ലെയ്ത്തിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ലെയ്ത്ത് മേശിരി തലങ്ങ് നോക്കി ഇത് എൻജിൻ കേസ് ഇളക്കാതെ നമുക്കിതെങ്ങനെ ചെയ്യാം. ഓൾറെഡി 2 അഡാപ്റ്റർ മാത്രമേ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ, മറ്റത് ഓക്കെ ആണെന്ന് മേശിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം മേശിരി ഒരു നിഗമനത്തിലെത്തി ഇത് എൻജിൻ കേസ് പൊളിക്കാതെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അകത്ത് വരുന്ന ബെയറിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലൈൻ്റ് ആവും. അതിനായിട്ട് നല്ലത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ എൻജിൻ കേസ് പൊളിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എൻജിൻ പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ വന്നു. അങ്ങനെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ രണ്ടായിട്ട് പൊളിക്കുക. അങ്ങനെ പൊളിക്കാനുള്ള പരിപാടികളെല്ലാം നമ്മൾ തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോ സൈഡിൽ നിന്നായിട്ട് ഓരോ കാര്യങ്ങൾ അഴിച്ചു മാറ്റി ഹെഡ്, സിലിണ്ടർ കിറ്റ്, ക്ലച്ച് കവർ, ക്ലച്ച് വേസിങ് ഇതെല്ലാം ഇളക്കി മാറ്റി എൻജിൻ കേസിന് 2 തട്ടും കൊടുത്ത് നമ്മൾ എൻജിൻ കേസും രണ്ടായിട്ട് ഇളക്കി മാറ്റി. അടുത്ത ക്രാങ്കും ഗിയർ ബോക്സും കൂടെ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഈ കേസ് അതായത് ഈ ക്രാങ്ക് കേസിലാണ് നമുക്ക് അഡാപ്റ്റർ ചെയ്യാനുള്ളത്. ഈ കേസ് നമുക്ക് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് അഡാപ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെയ്ത്തുകാർക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ എൻജിൻ കംപ്ലീറ്റ് പൊളിച്ച സാധനങ്ങളെല്ലാം ഒരു ചാക്കിനകത്ത് നമ്മൾ കറക്റ്റ് ലെവലിൽ അടിപൊളിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഗിയർ ബോക്സിൻ്റെ പല്ലും കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഒന്നും അല്ല. അതേപോലെ തന്നെ ക്ലച്ച് വേസിങ്ങും ക്ലച്ച് വെല്ലും കംപ്ലൈൻ്റ് ഒന്നുമല്ല. പിന്നെ ബെയറിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറണം. ബെയറിങ്, പാക്കിങ്, പിന്നെ ഫ്രിക്ഷൻ പ്ലേറ്റും കൂടെ മാറേണ്ടി വരും. ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് ഫ്രിക്ഷൻ പ്ലേറ്റ് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ബോസ് ക്ലച്ചും ബോഷ് പ്ലേറ്റും കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് അല്ല. ഈ കാണുന്ന എൻജിൻ കേസാണ് നമുക്കിനി ലെയ്ത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അഡാപ്റ്റർ ഇറക്കി വന്നിട്ട് ബാക്കി സാധനങ്ങളും കാര്യങ്ങളും മേടിച്ച് എൻജിൻ സെറ്റ് ചെയ്യാം. അങ്ങനെ വീണ്ടും എൻജിൻ കേസ് എടുത്തുകൊണ്ട് നേരെ ഇപ്പോൾ എൻജിനില്ല, എൻജിൻ കേസ് മാത്രമേ ഉള്ളൂ. എൻജിൻ കേസ് എടുത്ത് നേരെ ലെയ്ത്തിൽ വന്നു. അപ്പോൾ ലെയ്ത്തിലെ മേശിരി ഹാപ്പി, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമ്മൾ സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻജിൻ കേസും ക്ലച്ച് കവറും പിന്നെ സ്ക്രൂ കിറ്റ് അതിൽ കിടന്നത് ബോൾട്ടും സ്ക്രൂ ഒക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് ഒരു പുതിയ സ്ക്രൂ കിറ്റ് മേടിച്ച് കൊണ്ട് കൊടുത്ത് അതിൽ അഡാപ്റ്റർ ചെയ്ത് ക്ലിയർ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അഡാപ്റ്ററിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ക്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര രസമാണ് വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സ്മൂത്താണ്. നമുക്ക് ക്ലച്ചിൻ്റെ പ്ലേയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ എൻജിൻ കവറിൽ വരുന്ന ലിവർ പുഷും സ്ക്രൂ പുഷും കൂടെ നമ്മൾ അതിൽ മാറിയിട്ടുണ്ട്. പിന്നെ എൻജിനകത്ത് വരുന്ന ബെയറിങ്, പാക്കിംഗ് കിറ്റ്, എൻജിൻ ഓയിൽ സീൽ കിറ്റ്,
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് മാറി. നേരത്തെ എൻജിൻ കേസ് കിടന്ന ബോൾട്ടും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് എൻജിൻ സ്ക്രൂ കിറ്റ് കംപ്ലീറ്റ് മാറി, അതെല്ലാം സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എൻജിനും പൊളിയായിട്ട് സെറ്റ് ചെയ്ത് വണ്ടി ഓട്ടിക്കാൻ നല്ല കംഫർട്ടും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വണ്ടിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.